പിള്ളേർ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഭയങ്കര വലിയ പരിപാടിയാണ്. ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോകട്ടോ പിള്ളേരെ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടൊക്കെ പോകേണ്ടി വരും. അമ്മയൊക്കെ ഏറ്റവും കൊണ്ട് കൊടുത്ത് എന്ത് അപ്പോൾ ബാക്കി അമ്പലത്തിൽ പോയിട്ട് പരിപാടിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഇതിലുള്ള കുടിച്ച് വൈകിക്കണേ നമ്മൾ ഇറങ്ങി വന്നത്. അപ്പം അങ്ങനെ വണ്ടി എടുത്തു പൊട്ട് വണ്ടി എടുക്കണ്ട കണ്ട നീല ലൈറ്റ്, കൃഷ്ണൻ്റെ നീല ലൈറ്റാണ് വണ്ടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തേക്കണം. കൊള്ളാലേ മുണ്ടൊക്കെ നല്ലാലേ. നല്ല തകർത്ത് നല്ല മഴയാണ് പിള്ളേര്. ഓടായിട്ടെല്ലാം വെള്ളത്തിലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു പിള്ളേർ. വന്ന വഴിക്ക് നേരെ അമ്മ അങ്ങോട്ട് ഓടിയത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ പൂ മേടിക്കാനാണ്. അപ്പോൾ പൂവിൻ്റെ വില കേട്ടപ്പോഴത്തേക്ക് അമ്മച്ചി അങ്ങോട്ട് ഓടി 70 രൂപ ഞങ്ങളുടെ അവിടേക്ക് 60 രൂപ കേട്ടോ പിള്ളേർ. അങ്ങനെ ഞങ്ങൾ ആ പൂവിൻ്റെ വിലയും കേട്ടിട്ട് അമ്മ ഓട്ടണം കേട്ടോ. ഇനി തൊഴാനുള്ള പുറപ്പാടാണ് മക്കളെ. അപ്പോൾ തിരക്കൊക്കെ അധികം ഉണ്ടാവുമെന്നൊക്കെ ഓർത്താണ് ഞാനിരുന്നത്. പക്ഷെ തിരക്കൊന്നും അധികം ഉണ്ടായില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് തിരക്ക്, എല്ലാ അമ്പലത്തിലുള്ള പോലെ തിരക്ക്. അങ്ങനെ തൊഴാനുള്ള തയ്യാറെടുപ്പിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരെ ഞാനങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് പിള്ളേരെ നോക്കിയേ നല്ല ഭംഗിയില്ലേ എന്നെ കാണാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് പൂക്കൾ വരുന്ന സ്ഥലത്തോട്ടാട്ടോ പിള്ളേർ. അപ്പോൾ അങ്ങനെ പൂക്കൾ വരുന്നതൊക്കെ കണ്ട് നേരെ അവിടെ നിന്ന് ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ പിള്ളേർ. ഫോട്ടോ വേണമല്ലോ. അപ്പോൾ എൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞാനിങ്ങനെ പോകട്ടെ. അപ്പോൾ അമ്പലത്തിലൊക്കെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നേരത്തെ കാലത്തേക്ക് എണീറ്റ് വന്നോട്ടെ, എന്നാലാണ് അതിൻ്റെ വൈബൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ തന്നെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ പോയി ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഒരു 2-3 ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക നല്ല ഇതാണ്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കട്ടെ. സദ്യ കൊടുക്കാൻ സമയപ്പുള്ളത് സദ്യ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെ കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. എൻ്റെ പൊന്നെ ഇപ്പോൾ അമ്പലം നിറഞ്ഞ് അത്ര ആൾക്കാരായിരുന്നു. നേരത്തെ വരണ്ടായിരുന്നു അല്ലേ. അപ്പം ഞങ്ങളിവിടെ കുത്തിയിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുത്തിയിരിപ്പ് സമരം മാറിയിട്ട് പിള്ളേർ നിപ്പിൻ്റെ സമരം. അപ്പോഴത്തേക്കും ഒരുവിധ ആൾക്കാരൊക്കെ നിറഞ്ഞോട്ട് പിള്ളേർ മൊത്തം പെൺപിള്ളേർ ആൺപിള്ളേർ എവിടെ നിന്നാണ് ഇതൊക്കെ വന്യെന്ന് ഞാനിങ്ങനെ ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിള്ളേർ ഇതേ ശിവേലി വന്നു പിള്ളേർ. അപ്പോൾ ശിവേലിയൊക്കെ കണ്ടു കഴിഞ്ഞാലാട്ടോ പിള്ളേർ ശിവേലി വന്ന് ശിവേലി അകത്ത് കയറിയിട്ട് അമ്പലമൊക്കെ അടച്ചാലാണ് നമുക്ക് ഇവിടെ സദ്യ തുടങ്ങുള്ളൂ. സദ്യ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 1 മണിക്ക് ആവൂട്ടോ പിള്ളേർ. അപ്പോൾ ആ 1 മണി ആയിട്ട് കാര്യമൊന്നുമില്ല. അതേ ആ ഉരുണ്ട് തന്നെ സാധനം കൊണ്ട് ചോറ്, ആ ചോറ് വരും, രണ്ടാമതും വരും ചോറ്. അപ്പോൾ അങ്ങനെ കാത്തിരിപ്പിൻ്റെ വിരാമം മൂലം ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും അവസാനം പായസം വരും. അപ്പോൾ പായസം വന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ അകത്തോട്ട് കയറ്റുള്ളൂ പിള്ളേർ. അപ്പോൾ അങ്ങനെ കയറാനുള്ള പുറപ്പാടാട്ടോ പിള്ളേർ. കുത്തി ഞെരിഞ്ഞ് അങ്ങോട്ട് കയറും കേട്ടോ പിള്ളേർ. ഞങ്ങളുടെ ഓണം ഇന്ന് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ. അപ്പോഴത്തേക്കും എനിക്ക് പപ്പടം പൊട്ടിയതാട്ടോ കിട്ടിയത്. അപ്പോൾ പപ്പടം പിന്നെ കുഴപ്പമില്ല, സാരമില്ല, ഇന്ന് ഇവിടുത്തെ അല്ലേ ഓണം. അപ്പം അങ്ങനെ കുറേ നേരം നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചോറ് വന്നപ്പോഴത്തേക്കും ഞാൻ ഇലയൊക്കെ ഇങ്ങനെ പയ്യനെ ഒതുക്കി പിടിച്ചില്ല. ഈ ചോറ് പുറത്തു പോയാലോ, ഇനി തിന്നാൻ കിട്ടിയില്ലെങ്കിലോ. അപ്പം അങ്ങനെ ഞാൻ ഉള്ള ചോറൊക്കെ വായിൽ വെച്ച് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ടേസ്റ്റ്. അപ്പം അങ്ങനെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് പിള്ളേർ സാമ്പാർ വന്നല്ലോ. സാമ്പാർ വന്നിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ സാമ്പാറും വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുളിശ്ശേരിയും വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രസവും വന്നു. അപ്പോൾ രസമൊക്കെ കൂട്ടി ഒരു സുഖമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തോട്ടിറങ്ങി പിള്ളേർ. ഇനി വീട്ടിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് പിള്ളേർ. അപ്പോൾ എൻ്റെ ഓണം ഇന്ന് ഇവിടെ ആയതുകൊണ്ട് പിള്ളേർ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ പോട്ടെ കേട്ടോ. ടാറ്റാ ബൈ ബൈ.